നമസ്കാരം സുഹൃത്തുക്കളെ. ഈ മുസ്ലിങ്ങളുടെ മുഹറം ഫെസ്റ്റിവൽ നമ്മൾ അത് വർഷം കേൾക്കുന്ന കാര്യമാണ്. പക്ഷേ അതിനോടനുബന്ധിച്ച് ഒരു ഘോഷയാത്ര നടക്കുകയും അതിൽ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മലയാളികൾക്ക് അറിയില്ല. അതിൻ്റെ കാരണം ഇവിടെ ഈ മുസ്ലിങ്ങൾ തന്നെ സുന്നി വിഭാഗക്കാരാണ് ഭൂരിപക്ഷം, ഷിയാക്കൾ വളരെ കുറച്ചോ മറ്റെന്തോ ഉള്ളു. അതിനാൽ തന്നെ അവർ ഇതുപോലൊരു ഈ ഘോഷയാത്ര നടത്തുന്നതോ അതിനോടനുബന്ധിച്ച് ചില ആചാരങ്ങൾ ചെയ്യുന്നതോ നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. എന്താണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ക്ഷേത്രങ്ങളിൽ ഈ കാവടിയോടനുബന്ധിച്ചൊക്കെ ഗരുഡൻ തൂക്കം മറ്റുമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ കവിളിലൂടെ ശൂലം കുത്തി സ്വന്തം ശരീരം തന്നെ നോവിക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇതിന് സമാനമായ ഒരു സംഗതി ഈ മുഹറം ഘോഷയാത്രയിൽ നടക്കും. അതായത് ചാട്ടവാറ് കൊണ്ട് സ്വയം ശരീരത്ത് തന്നെ അവർ വേദനിപ്പിക്കും, ഈ കത്തി കൊണ്ട് ശരീരം വരയുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു മുഹറം ഘോഷയാത്രയിൽ, അത് മഹാരാഷ്ട്ര മുംബൈ നടന്നതാണ്. അങ്ങനെ ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വന്തമായിട്ട് സ്വയം തന്നെ ശരീരം നോവിക്കുന്ന പരിപാടിയുണ്ടെന്ന്. അതറിയാവുന്ന ഒരാൾ, അയാൾ ഏതാണ്ട് ഒരു 15,000-ഓളം ക്യാപ്സൂളുകൾ അയാളെ കരുതിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഇടയിലേക്ക് കടന്നു ചെന്നിട്ട്, ഇത് വേദന സംഹാരിയാണ്, ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് വേദന അറിയില്ല, അപ്പോൾ കൂടുതൽ ശക്തിയോടുകൂടി തന്നെ ഈ ആചാരം നിങ്ങൾക്ക് അനുഷ്ഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഈ ക്യാപ്സൂൾ വിതരണം ചെയ്യുന്നു. ഞാൻ തുടക്കത്തിൽ ഈ മുഹറം ഈ ഘോഷയാത്രയെ പറ്റി അത്രയും അങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാതെ ആ മുഹറം ഘോഷയാത്രയ്ക്ക് ഇടയിലേക്ക് ഒരാൾ ചെന്ന് വേദന സംഹാരി ഗുളിക കൊടുക്കാൻ ശ്രമിച്ചെന്നും അവരത് കഴിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയയും കിട്ടത്തില്ല. ഘോഷയാത്രയ്ക്ക് ഇടയിൽ എന്തിനാണ് ഈ വേദന സംഹാരി കൊടുക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും. അതുകൊണ്ടാണ് ആ ഘോഷയാത്രയ്ക്ക് ഇടയിൽ നടക്കുന്ന കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞത്. ഇത് സാധാരണ ഹിന്ദുക്കളുടെ പരിപാടിയിലാണ് ഇതുപോലെ ശൂലം കുത്തും, അതേപോലെ തന്നെ ഗരുഡൻ തോക്കുമൊക്കെ ഉള്ളത്, കുത്തിയോട്ടം പോലുള്ള പരിപാടി, അതൊക്കെ സ്വയം ശരീരം നോവിക്കുന്ന പരിപാടിയാണ്. ഇങ്ങനൊരു സംഗതി ഈ ഷിയ വിഭാഗക്കാരുണ്ട്. അതിനിടയിലേക്കാണ് ഇയാൾ ചെന്ന് ഇതുപോലുള്ള വിഷഗുളികയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരാൾക്ക് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് വേറെ ചിലർക്ക് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ശരീരത്തിൻ്റെ അയാൾക്ക് ചില ഇതിനെതിരെ ശരീരം പ്രതികരിക്കുകയും അയാൾ ഛർദ്ദിക്കുകയും ബോധരഹിതനായി വീഴുകയും മറ്റും ചെയ്തു. അങ്ങനെ മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കുകയും ഇയാൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഇയാളെ പിടികൂടുകയും പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസുകാർ വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് ആളുകളെ കൊല്ലാനുള്ള ഒരു പദ്ധതിയായിരുന്നു ഇയാൾ അവിടെ നടത്താൻ ശ്രമിച്ചത്. അപ്പോൾ മുസ്ലിങ്ങളുടെ ഒരു പരിപാടിയിലേക്ക് ആരാണ് ഇങ്ങനെ കടന്നു കയറി ചെയ്യുന്നത് എന്ന് ഒരു പക്ഷേ ഈ വാർത്ത പുറത്തറിയുമ്പോൾ തന്നെ ആരും ചിന്തിക്കും. സ്വാഭാവികമായിട്ടും എപ്പോഴും ഇവിടെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഹിന്ദു മുസ്ലിം സ്പർദ്ധയാണ് എന്ന് വരുത്തി തീർത്തിരിക്കുന്ന മാധ്യമങ്ങളും ആ രീതിയിലേ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ പേര് ഫയാസ് നിസാർ ഹുസൈൻ പ്രേംജി എന്നാണ്. അയാളെ ചുരുക്കി ഫയാസ് പ്രേംജി എന്ന രീതിയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത്. കേരളത്തിലുള്ള മാപ്രകൾ ഒരുപക്ഷെ ആദ്യം ഫയാസ് പ്രേംജി എന്ന് പറയുകയും പിന്നീട് അങ്ങോട്ട് പ്രേംജി എന്ന് തന്നെയായിരിക്കും പറയുന്നത്. പക്ഷേ അദ്ദേഹം ഒരു മുസ്ലിമാണ്, ഒരു സുന്നി മുസ്ലിമാണ്. ഈ കൃത്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് സിറിയയും ഇറാനും പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോവുകയും പുറത്ത് കുറച്ച് ബന്ധങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പോലീസ് ഇതുവരെ എത്തിയിരിക്കുന്ന ഒരു നിഗമനം, സുന്നി വിശ്വാസിയായിട്ടുള്ള ഇയാൾ ഷിയ വിഭാഗക്കാരുടെ ഈ ഘോഷയാത്രയിൽ കടന്നു കയറി അവരെ കുറേ പേരെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തതായിരിക്കാം എന്നൊരു നിഗമനം. അടുത്തത് കുറച്ചുകൂടി ഗൗരവമേറിയതാണ്. അതായത് ഇതേപോലെ കുറച്ച് മുസ്ലിങ്ങളെ കൊല്ലുക, എന്നിട്ട് ആ പഴി ഏതെങ്കിലും ഒരു ഹൈന്ദവ സംഘടനയുടെ തലയിൽ, സ്വാഭാവികമായിട്ടും അത് RSSൻ്റെ മണ്ടയ്ക്ക് തന്നെ വരും. ഇതെങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇവിടെ തന്നെ ഇതിന് ശ്രമിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് മുംബൈ ഭീകരാക്രമണ സമയത്ത് 10 പേരോളം പാകിസ്ഥാൻകാരായിട്ടുള്ളവർ ഇവിടെ കടന്നു കയറി നമ്മുടെ ഒരുപാട് ആളുകളെ കൊല്ലുന്ന സമയത്ത് അവരിൽ പലരും കയ്യിൽ കെട്ടിയിരുന്നത് രാഖിയായിരുന്നു. ഈ നമ്മൾ ജീവനോടെ പിടിച്ചിട്ട് ഒരുത്തനെ മാത്രമാണ് കിട്ടിയത്, അജ്മൽ കസബ് എന്ന് പറഞ്ഞ അവനെ നമ്മൾ പിന്നീട് തൂക്കിക്കൊല്ലുകയുണ്ടായി. അയാളുടെ കയ്യിലും ഈ പറഞ്ഞ രാഖി കെട്ടിയിരുന്നു. എന്താണ് അതിൻ്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൃത്യം ചെയ്തത് RSSകാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ വലിയൊരു കലാപത്തിനും വലിയൊരു പ്രശ്നത്തിനും വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. ഒരാളെ ജീവനോട് കിട്ടിയതുകൊണ്ട് മാത്രം നമുക്ക് സത്യം മനസ്സിലായി എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഈ സംഭവം പോകുമായിരുന്നു. ഇയാളെ കിട്ടിയില്ലായിരുന്നു, ഇയാളെ പിടിച്ചില്ലായിരുന്നു എന്ന് വെക്കുക, കുറച്ച് പേരെങ്കിലും ആ ഗുളിക കഴിച്ചിട്ട് അവിടെ മരണപ്പെട്ടു എന്ന് കരുതുക. അപ്പോൾ മുസ്ലിങ്ങളുടെ ഈ മുഹറം ഘോഷയാത്രയ്ക്കിടയിലേക്ക് കടന്നു കയറി ആരോ ഗുളിക കൊടുത്ത് കുറച്ച് പേരെ കൊന്നു എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പഴി സംഘപരിവാർ സംഘടനകളുടെ തലയിലേക്ക് വരും. അത് വലിയ വിഷയമാകും. ഒരുപക്ഷെ അതേ തുടർന്ന് തന്നെ ഇവിടെ കലാപം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു സാധ്യതയാണ് നമ്മുടെ ഈ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് മിക്കവാറും വെള്ളിയാഴ്ചയിൽ നമ്മൾ കേൾക്കുന്ന പള്ളിയിൽ ബോംബ് പൊട്ടി, അല്ലെങ്കിൽ സുന്നിയും ഷിയ വിഭാഗക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കുന്നില്ലേ? ഇതെല്ലാം ഒരേ കിതാബ്, ഒരേ ദൈവം, ഒരേ പ്രവാചകനൊക്കെയാണ്. പക്ഷേ അവർ തമ്മിൽ എത്രയോ വർഷമായിട്ട് പ്രശ്നങ്ങളുണ്ട്, സംഘർഷമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൊല്ലും കൊലയും അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്തരം പരിപാടികളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അതിനുള്ള തുടക്കമായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്. ഒന്നുകിൽ സുയ സുന്നി വിഭാഗം തമ്മിലുള്ള വിഷയം,
അല്ല എങ്കിൽ കുറച്ച് മുസ്ലിങ്ങളെ കൊന്നിട്ട് ആ പഴി ഹിന്ദുവിൻ്റെ തലയിലേക്ക് ഇടാനുള്ള ഉദ്ദേശം. എന്തായാലും അയാളുടെ ലക്ഷ്യം സാധിച്ചില്ല. അവരുടെ ഇടയിലുള്ളവർ തന്നെ പോലീസിനെ അറിയിക്കുകയും അയാളെ പിടിക്കുകയും ചെയ്തു. ആ വ്യക്തിയുടെ പേര് ഫയാസ് നിസാർ ഹുസൈൻ പ്രേംജി എന്ന ഒന്നാന്തരം മുസ്ലിം തന്നെയാണ്, മുസ്ലിം നാമധാരി തന്നെയാണ്. വിദേശ ബന്ധങ്ങളൊക്കെ ഉള്ളതായിരുന്നു. അയാൾ ആസൂത്രിതമായിട്ട് കരുതിക്കൂട്ടി തന്നെ ഈ കൃത്യം ചെയ്യാൻ വേണ്ടി ഉറപ്പിച്ചിറങ്ങിയ ആളായിരുന്നു. ഇനി യഥാർത്ഥത്തിൽ അയാൾ എന്തായിരുന്നു ലക്ഷ്യമിട്ടത് എന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഒരുപക്ഷെ അറിയാം. പക്ഷേ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം വലിയൊരു വിപത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയുന്നുള്ളൂ.